ഒരു ഖബറിന്റെ അരികിലൂടെ അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു പോകുമ്പോ ഒരു സ്ത്രീ ഖബറും പുറത്ത് വല്ലാതെ കരയുന്നത് കണ്ടു. ഉടനെ തിരുദൂതൻ തിരിച്ചു പറഞ്ഞു, സ്ബിർ, പെണ്ണെ ക്ഷമിക്ക്, അത് അള്ളാന്റെ തീരുമാനമാ. ഉടനെ ആ സ്ത്രീ, ഇത് റസൂലാണെന്ന് അറിയാത്ത സ്ത്രീ തിരിച്ചെഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, പോ മനുഷ്യ, ഇങ്ങക്കല്ലല്ലോ പറ്റിയത്, ഇങ്ങക്കല്ലേ പോയത്, നിന്റെതല്ലേ സങ്കടം, നിങ്ങൾക്കിത് പറയുന്നതിനെന്താ എന്നൊരു വാക്ക് തിരിച്ചു പറഞ്ഞു. പുഞ്ചിരിയോടെ അള്ളാന്റെ ഹബീബ് അങ്ങ് നടന്നു നീങ്ങി. പിന്നീട് ആ പറഞ്ഞത് റസൂലുള്ളാഹിനോടാണെന്ന് ബോധ്യപ്പെട്ടപ്പോ ആ സ്ത്രീ ഓടിക്കതച്ചു വന്ന്, ക്ഷമിക്കണേ തിരുദൂതരെ എന്ന് പറഞ്ഞപ്പോ പുഞ്ചിരിയോടെ അള്ളാന്റെ റസൂലുള്ള തിരിച്ചു പറഞ്ഞൊരു വാക്കാണ്, ഇന്നമസ്സബ്റു ഇൻദ സദമത്തിൽ ഊല. തീർച്ചയായും ക്ഷമ വേണ്ടത് ആദ്യഘട്ടത്തില. എല്ലാ രംഗത്തും, അത് ദാമ്പത്യ, സാമൂഹിക, സാംസ്കാരിക, ഏത് രംഗത്താണെങ്കിലും ആദ്യം കുറെ ചെയ്യാനുള്ളത് ചെയ്തിട്ട് പിന്നെ പോയി പൊരുത്തപ്പെടിക്കലും ക്ഷമാപണവും അല്ല. ആദ്യമാണ് ക്ഷമ നിങ്ങൾ പ്രകടിപ്പിക്കേണ്ടത്. ഇതോടൊപ്പം തന്നെ സൈനബ റളിയല്ലാഹു തആല അൻഹ എന്ന മകളുടെ ഒരു പിഞ്ചു കുഞ്ഞ് ശ്വാസം കിട്ടാതെ വെപ്രാളപ്പെട്ട് റസൂലുള്ളാന്റെ മടിയിൽ കിടന്ന് മരിച്ചു. ആ മരണം കണ്ട് കണ്ണു നിറഞ്ഞ് കരയുന്ന റസൂലുള്ളാഹിനോട് സഹാബത്ത് ചോദിച്ചു, റസൂലേ, താങ്കളല്ലേ പറഞ്ഞത് മരിച്ചാ കരയാൻ പാടില്ല എന്നൊക്കെ, എന്നിട്ട് നിങ്ങൾ കരയുന്നുണ്ടല്ലോ? ഹബീബായ നബി തങ്ങൾ തിരിച്ചു പറഞ്ഞ മറുപടി, ഹാദിഹി റഹ്മത്തുൻ, ഇതൊരു കാരുണ്യമാ, ജഅലഹല്ലാഹു ഫീ ഖുലൂബി ഇബാദിഹി, അവന്റെ അടിമയുടെ മനസ്സിൽ പടച്ചോൻ ഇട്ടുകൊടുക്കുന്ന ഒരു കാരുണ്യം. ഈ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ 3 ദിവസം വരെ അവർക്കൊന്ന് അനുശോചിക്കാം, ഒന്ന് സങ്കടപ്പെടാം. കരയുന്നതിനോ, ഒന്ന് മനസ്സറിഞ്ഞ് ചിരിക്കാൻ പറ്റാതെ വേദനിക്കുന്നതിനോ ഇതിനൊന്നും പടച്ചോൻ കുറ്റം പറഞ്ഞിട്ടില്ല. പക്ഷേ ഇന്ന് ചില ആളുകൾ കാട്ടിക്കൂട്ടുന്നത് പോലെ കുറെ ഉറക്കക്കരഞ്ഞാലും, കുറെ പിടിച്ചിട്ട് കിട്ടാത്ത നിലക്കൊക്കെ ശക്തി കാണിച്ചാലും, അല്ലെങ്കിൽ കുറെ എന്തെങ്കിലൊക്കെ എടുത്തെടുത്ത് ഇങ്ങനെ പറഞ്ഞു നിലനിൽച്ചാലേ ഓക്കൊരു സ്നേഹം ഉണ്ടായിരുന്നുള്ളൂ, മക്കൾക്കൊരു പ്രിയ ഉണ്ടായിരുന്നുള്ളൂ എന്ന് വിലയിരുത്താൻ പോകണ്ട. ക്ഷമയോടെ ആ മരണത്തെ നേരിടുക. അവിടെ ഉലമാക്കൾ രേഖപ്പെടുത്തി, അതിനുശേഷം നിങ്ങൾ ആ മരണത്തെ വീണ്ടും വെറുക്കുന്ന ഒരു പ്രവൃത്തി ചെയ്യുന്നുണ്ടെങ്കിൽ ആ മരണപ്പെട്ട വ്യക്തി പോലും അള്ളാന്റെ അടുത്ത് ചോദ്യം ചെയ്യപ്പെടും. ഏതുപോലെ? മരിച്ച വാപ്പാന്റെ ഫോട്ടോ പിന്നെയും കൊണ്ടടക്കുക, ഇടക്കിടക്ക് സ്റ്റാറ്റസ് ഇടുക, അല്ലെങ്കിൽ ഉമ്മാന്റെ ഫോട്ടോ ഇടക്കിടക്ക് സ്റ്റാറ്റസ് ഇടുക, അല്ലെങ്കിൽ ഫേസ്ബുക്കിലിട്ട് ആളെ കാണിച്ചുകൊണ്ട് സങ്കടം പിന്നെയും ബോധ്യപ്പെടുത്തുക. നാട്ടുകാരുടെയോ മറ്റുള്ളവരുടെയോ ലൈക്കോ ഷെയറോ പ്രാർത്ഥനയേക്കാൾ മനസ്സറിഞ്ഞൊരു മകൻ പ്രാർത്ഥിച്ചാൽ, മക്കൾ പ്രാർത്ഥിച്ചാൽ അതിലും വലുതല്ല ഒരു രക്ഷിതാക്കൾക്കും കിട്ടുന്ന പ്രാർത്ഥനയുടെ ഗുണം. ആ തിരിച്ചറിവോടുകൂടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഈ വിഷയം പറഞ്ഞ കൂട്ടത്തിൽ ഉലമാക്കൾ ഒരു കാര്യം കൂടി പ്രത്യേകം സൂചിപ്പിച്ചു. എന്തുകൊണ്ടാണ് ഇസ്ലാമിൽ ഫോട്ടോ അത് ഹറാമാണെന്ന് പറയാനുള്ള കാരണമെന്ന ചോദ്യത്തിന് മരിച്ച വാപ്പാന്റെ ഫോട്ടോ വെച്ച്